ഗുഡ് മോർണിംഗ് ടു ഓൾ. അക്കൗണ്ടൻസിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ചാപ്റ്ററിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ് പറഞ്ഞു തുടങ്ങുന്നത്. പേജ് നമ്പർ 6. അപ്പം ഓക്കെ, അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമുക്കറിയാം എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും എന്താണ്, അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലും കുറേ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് ഒന്നെന്ന് പറയുന്നത് ക്യാഷ് ബുക്ക്, രണ്ടാമത് ലെഡ്ജർ അക്കൗണ്ട്സ്, മൂന്നാമത് സ്റ്റോക്ക് രജിസ്റ്റർ. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത്, അതായത് ക്യാഷായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ക്യാഷ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അടുത്തത് ലെഡ്ജർ അക്കൗണ്ടാണ്. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം, അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ വരുമാനം, എക്സ്പെൻസ് ചെലവുകൾ, അതുപോലെ തന്നെ അവരുടെ അസറ്റ്സ് ആസ്തികൾ, ബാധ്യതകൾ ലൈബിലിറ്റീസ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. സ്റ്റോക്ക് ലെഡ്ജർ വി ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്റ്റോക്ക് ലെഡ്ജർ വിത്ത് കംപ്ലീറ്റൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. അസറ്റ്സിൻ്റെയും കൺസ്യൂമബിൾസിൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡായിട്ട് സ്റ്റോക്ക് ലെഡ്ജറും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അവർക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല. ഡു നോട്ട് ഹാവ് ക്യാപിറ്റൽ അക്കൗണ്ട്. അവർക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല. ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, അവരെന്താ ചെയ്യുന്നത്, ക്യാപിറ്റൽ ഫണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫണ്ടിനകത്ത് എന്തൊക്കെയാണ് സാധാരണയായിട്ടുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് എന്തൊക്കെയാണ് ഇടുന്നത്, സർപ്ലസ്, അതായത് ആ വർഷം ഒരു വർഷം അവർക്ക് സർപ്ലസ് ആണോ ഇല്ല ആ സർപ്ലസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ലെജസീസ്, ഡൊണേഷൻസ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, ഇതെല്ലാം ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എ പ്രോപ്പർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഡിസൈഡ് ടു അവോയ്ഡ് ദ ചാൻസ് ഓഫ് മിസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അത് ക്യാഷ് ബുക്ക് ഉണ്ട്, ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്, സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിനകത്ത് ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീപ്റ്റ്സും, അതേ ക്യാഷായിട്ട് കിട്ടുന്നതും ക്യാഷായിട്ട് കൊടുക്കുന്നതും. ലെഡ്ജർ അക്കൗണ്ടിൽ വരുമാനം, ചിലവുകൾ, ആസ്തികൾ, ലൈബിലിറ്റികൾ. സ്റ്റോക്ക് ലെഡ്ജറിൽ അസറ്റ്സിൻ്റെയും അതുപോലെ തന്നെ കൺസ്യൂമബിൾസിൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡാണ് സ്റ്റോക്ക് ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ ഫണ്ടാണ് ഇവർക്കുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല, ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ടിൽ സർപ്ലസും അതുപോലെ തന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസും ലെജസീസും ഡൊണേഷൻസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസും എല്ലാം അവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പം 9ാമത്തെ ഫീച്ചർ, ലാസ്റ്റ് ഫീച്ചറിൽ പറഞ്ഞു നിർത്തി. ഏതൊക്കെയായിരുന്നു, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നമ്മൾ ഫസ്റ്റ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിച്ചു തുടങ്ങുവാണ്. എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോഴേ അറിയാം. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റിസീവ് ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട് ആ ഓർഗനൈസേഷനിൽ. പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പേ ചെയ്തിട്ടുണ്ട് ആ ഒരു ഓർഗനൈസേഷനിൽ. പേയ്മെൻറ്റ്സുകൾ എന്തേലും ഉണ്ട്, റെസീപ്റ്റ്സുകൾ എന്തേലും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇനി ഒരു വർഷത്തെ റെസീപ്റ്റ്സ്, ഒരു വർഷം കിട്ടിയ റെസീപ്റ്റ്സും ഒരു വർഷം കിട്ടിയ പേയ്മെൻറ്റ്സും എല്ലാം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മളിവിടെ പറഞ്ഞായിരുന്നു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ കേസിൽ പറഞ്ഞു ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്താണ്, ഓരോ ദിവസത്തെയും ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തതും ക്യാഷ് പേയ്മെൻറ്റ്സും ഓരോ ദിവസവും എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഈ ക്യാഷ് ബുക്ക് മൊത്തത്തിൽ അനലൈസ് ചെയ്യും. ദാറ്റ് മീൻസ് ആ ക്യാഷ് ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കും, മനസ്സിലാക്കും. എന്നിട്ട് ഒരേ നേച്ചറിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ഒരേ ടൈപ്പ് ഉള്ളതെല്ലാം ഒന്ന് തരംതിരിച്ച് ഗ്രൂപ്പാക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലേക്ക് അതിൻ്റെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്. നോക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് by not profit organization at the end of the accounting period in a summary from incorporating therein all cash receipts
ആൻഡ് പേയ്മെൻറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദ ക്യാഷ് ബുക്ക്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ, എന്താ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് കാണിക്കുന്നത്? ക്യാഷ് ബുക്കിൽ അപ്പിയർ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുള്ള റെസീപ്റ്റ്സും ഇതിൻ്റെ എല്ലാം കൂടി സമ്മറി കാണിക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് ബുക്കിലുള്ള ക്യാഷ് റെസീപ്റ്റ്സ്, അതായത് ക്യാഷായിട്ട് റിസീവ് ചെയ്തതിൻ്റെയും അതുപോലെ ക്യാഷായിട്ട് നടത്തിയ പേയ്മെൻറ്റ്സും ആ ഒരു വർഷക്കാലത്തെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും ഈ രണ്ട് കാര്യങ്ങളുടെയും സമ്മറി ഓരോ വർഷവും ഓരോ അക്കൗണ്ടിങ് ഇയറിങ്ങിൻ്റെ അവസാനവും അതിൻ്റെ സമ്മറി എന്താണ്? നോൺ പ്രോഫിറ്റ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പം ഓരോ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനവും ക്യാഷ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീപ്റ്റ്സും എല്ലാം അനലൈസ് ചെയ്ത് അതിലെല്ലാം ഒരേ ടൈപ്പ് വരുന്നതെല്ലാം ഒന്ന് തരം തിരിച്ച് ഒരു ഗ്രൂപ്പാക്കി അത് അക്കൗണ്ടിങ് ഇയറിങ്ങിൻ്റെ അവസാനം അതെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ പറയുന്നുണ്ട് ബാക്കി, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അനലൈസിങ് ആൻഡ് ക്ലാസിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് pertaining to the particular accounting period. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ആ ക്യാഷ് ബുക്കിലുള്ള പേയ്മെൻറ്റ്സും റെസീപ്റ്റ്സും എല്ലാം എന്ത് ചെയ്യും? അതൊന്ന് അനലൈസ് ചെയ്യും, അതെല്ലാം ഒന്ന് മനസ്സിലാക്കും, എന്നിട്ട് ഒരേ കാര്യങ്ങളെല്ലാം ഒന്ന് തരം തിരിക്കും, ക്ലാസിഫൈ ചെയ്യും. then അതിനുശേഷം എന്താണ്? ഒരേ ടൈപ്പുള്ള എൻട്രീസ് എല്ലാം ഒന്ന് ഗ്രൂപ്പ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ ക്യാഷ് ബുക്കിലുള്ള റെസീപ്റ്റ്സ് എല്ലാം എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. റെസീപ്റ്റ്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്തിരിക്കും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് വിത്ത് ഓൾ ദ പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാം ക്രെഡിറ്റ് ചെയ്യും, റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം രണ്ട് സൈഡും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരുപോലെ വരണം, ഈക്വൽ ആവണം. ചില കേസിൽ എന്താ അത് ഈക്വൽ ആവത്തില്ല. ഈക്വൽ ആകാത്ത സമയത്ത് എന്താണ്? ബാലൻസിങ് ഫിഗർ വരും, നമുക്കറിയാവുന്ന കാര്യമാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് പെട്ടെന്നൊന്ന് നോക്കാം. 9 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. എന്താ റിയൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത? റിയൽ അക്കൗണ്ടിൽ റെസീപ്റ്റ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, റെസീപ്റ്റ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? ഓൾ റെസീപ്റ്റ്സ് ആർ ഡെബിറ്റഡ്, ഓൾ പേയ്മെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ്. അങ്ങനെയല്ലേ റിയൽ അക്കൗണ്ടിൻ്റെ റൂള്? അത് തന്നെയല്ലേ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും? റെസീപ്റ്റ്സ് എല്ലാം എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു, പേയ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് മെർജിങ് ക്യാഷ് ആൻഡ് ബാങ്ക് ഐറ്റംസ്. ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ അക്കൗണ്ടിങ് ബാലൻസ്, നമ്മൾ പറഞ്ഞു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ ബാങ്കോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. It usually commences with an opening balance and closes with a closing balance. അതായത് ഡെബിറ്റ് ബാലൻസ് ആ വരുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ ആകാം. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. ഇനി എൻട്രീസ്, ഓൾ ദി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഫ്രം ദ ക്യാഷ് ബുക്ക് ആർ എൻറ്റേർഡ് ഇൻ ദ സമ്മറി ഫോം ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. അതായത് എൻട്രി എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഓരോ അക്കൗണ്ടിങ് ഇയറും അവസാനിക്കുമ്പോൾ ആ ഡേറ്റിൽ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, ക്യാഷ് ബുക്കിലുള്ള റെസിപ്റ്റ്സിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും എല്ലാം കൂടെ സമ്മറി ഫോമായിട്ടാണ് ഇവിടെ എൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ്റെ റിസൾട്ട്, അതായത് നമുക്കിവിടെ അറിയാം പ്രോഫിറ്റോ ലോസോ ഒന്നും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലില്ല. പിന്നെ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? ദിസ് അക്കൗണ്ട് വിൽ നോട്ട് റിവീൽ ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. അവരുടെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്താണ്, അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അവരെന്താണ് അവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരവിടെ വെളിപ്പെടുത്തുന്നില്ല.
നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അതായത് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് അവിടെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും എടുക്കുമ്പോൾ, അതായത് നമുക്ക് കിട്ടിയ കാര്യങ്ങളും പേയ്മെൻറ്റ് നടത്തിയ കാര്യങ്ങളും എടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ റവന്യൂ നേച്ചറിലുള്ളതാണോ എന്നൊന്നും നോക്കുന്നില്ല. എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റ്സും എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി ഓൾ ക്യാഷ് ഐറ്റംസ് ഇൻക്ലൂഡഡ്. ഓൾ ക്യാഷ് ഐറ്റം, അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് വെദർ റിലേറ്റഡ് ടു കറൻറ്റ് പ്രിസീഡിങ് or succeeding period are included. അതായത് ഇവിടെ പറയുന്നത് എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും എടുക്കും. നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാപിറ്റലോ റവന്യൂ എന്നുള്ള തരംതിരിവില്ല എന്ന് പറഞ്ഞു 6ാമത്തെ പോയിന്റിൽ. 7ലും അവിടെ തന്നെയാണ് പറയുന്നത് ക്യാഷ് കറണ്ട് ഇയറിലെ, അതായത് ഈ വർഷത്തെയാണോ, പ്രിസീഡിങ് ഇയർ കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ആണ് പേയ്മെൻ്റ് ആണോ, ഈ വർഷത്തെ ഇനി വരാനിരിക്കുന്ന സക്സീഡിങ് ഇയറിലെ ആണോ ഒന്നും നോക്കത്തില്ല. ഇപ്പം കിട്ടാനുള്ളതാണെങ്കിൽ ഒരു പേയ്മെൻ്റ് അത് പേ ചെയ്തോ എന്ന് നോക്കത്തില്ല. റെസിപ്റ്റ്സ് ആണെങ്കിൽ അത് കിട്ടിയോ നോക്കത്തില്ല. അങ്ങനെ ഒരു പേയ്മെൻറ്റോ റെസിപ്റ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യും. നോ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ്. എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല. ഒൺലി ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദ ക്യാഷ് ആർ ഇൻക്ലൂഡഡ്. ആക്ച്വൽ റെസിപ്റ്റ് ആണ് ആക്ച്വൽ പേയ്മെൻ്റ് ആണോ നോക്കി അത് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നു, അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ദർ ഈസ് നോ റൂം ഫോർ അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം ഒന്നുമില്ല ഇവിടെ. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇല്ല, പെർസീവ്ഡ് ഇൻകംസ് ഇല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസ്, എങ്ങനെ തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പമല്ലേ, പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. നോ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി. സമ്മറി, ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡബിൾ എൻട്രിയുടെ പാർട്ടല്ല. ഇനി ക്യാഷ് ബുക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രീസ് മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്, നോട്ട് ഡേറ്റ് വൈസ്. ഓരോ ദിവസത്തെയും അല്ല നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ എൻട്രീസ് കാണിക്കുന്നത്. അക്കൗണ്ടിങ് ഇയറിലെ എൻഡിൽ, ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് എൻട്രി കാണിക്കുന്നത് അല്ലേ. അതേസമയം ക്യാഷ് ബുക്കിലാണല്ലോ എൻട്രീസ് മെയ്ഡ് ഡേറ്റാബേസ്. ക്യാഷ് ബുക്കിൽ ഓരോ എൻട്രീസും ഓരോ ദിവസത്തെയും റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഓരോ ദിവസവും ഡെയിലി ബേസിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി എൻട്രീസ് ആർ മെയ്ഡ് ഇൻ സമ്മറി ഫോം. എൻട്രി എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്? സമ്മറി ഫോമിലാണ് അല്ലേ, നമ്മളിത് പഠിച്ചതാണ്. ഇനി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എൻട്രീസ് എന്താണ്? ഇൻഡിവിജ്വലി, സമ്മറി ഒന്നുമില്ല, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കും. ഇനി പ്രിപ്പയർഡ് ബൈ നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റീസ് ഓൺലി. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. പ്രോഫിറ്റ് മോട്ടീവോട് കൂടി, ലാഭത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യത്തില്ല. എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാത്രമേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ക്യാഷ് ബുക്ക് അങ്ങനെയാണോ? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് പ്രോഫിറ്റ് മേക്കിംഗ് ആസ് വെൽ ആസ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റീസ്. അതായത് പ്രോഫിറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രോഫിറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന ലക്ഷ്യം അല്ലാതെ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണ്? രണ്ട് കേസിലും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. ലാസ്റ്റ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. അതെന്താണ്? അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഇതെന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും അല്ലേ. എന്ത് ബാലൻസിങ് ഫെയർ എന്ന് പറയുന്നത്? ക്യാഷ് ഇൻ ബാങ്കോ ക്യാഷ് ഇൻ ഹാൻഡോ ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. ബാലൻസ്ഡ് ഓൺ ഡെയിലി ബേസിസ്. ഇവിടെ എന്താണ്? ഡെയിലി ബേസിസിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യും. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബാലൻസിങ് ഫിഗർ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലായിരിക്കും. സോ നമ്മൾ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പഠിച്ചു അല്ലേ ആദ്യം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ എന്താണ്? ഫീച്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്തുനിന്ന് തന്നെ എന്താണ് നമുക്ക് തന്നെ പറയാനുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ മെയിൻ പോയിന്റ്സുകൾ ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നിട്ട് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ അക്കൗണ്ട്, എന്തുകൊണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? റിയൽ അക്കൗണ്ടിൽ നോർമലി എന്താ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത്? ഡെബിറ്റ്സ് എല്ലാം റെസീപ്റ്റ്സ് ഡെബിറ്റ് ചെയ്യും, അതുപോലെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് റിയൽ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഹെഡിങ്ങിനുള്ളിൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ദെൻ ഈ ഒരു ഡിഫറൻസും പഠിക്കുക. ഈ പറയുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ ഫീച്ചറും ക്യാഷ് ബുക്കും ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓരോ ദിവസത്തെയും അന്നു തന്നെ പഠിച്ചു പോകുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ക്ലാസ്സിൽ പിന്നീട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.